ഇന്നലെ അതായത് ഞായറാഴ്ച ഒരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ആ ട്രേഡ് ഞാൻ ചെറിയൊരു വ്ളോഗ് പോലെ ഷൂട്ട് ചെയ്തിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ റീലായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. സോ കാണാത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പോയി കാണുക. അപ്പോൾ ആ ട്രേഡ് ഞാൻ എടുക്കാനായിട്ടുള്ള റീസൺ എന്താണ്, എന്തൊക്കെ അനാലിസിസ് ആണ് ഞാൻ ആ ഒരു ട്രേഡ് എടുക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ളത്, എൻ്റെ റിസ്ക് ഞാൻ എങ്ങനെയാണ് മാനേജ് ചെയ്തിട്ടുള്ളത്, ഇത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുള്ള പോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോക്ക് ഒരു ലൈക്ക് അടിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എനിക്ക് തരാൻ പറ്റുന്ന ഏറ്റവും വലിയ സപ്പോർട്ട് നിങ്ങളുടെ ലൈക്കും കമൻറ്റും ഒക്കെ തന്നെയാണ്. സോ തീർച്ചയായിട്ടും അത് ചെയ്യാൻ ശ്രമിക്കുക. അധികം സമയം കളയണ്ട, നമുക്ക് നേരെ നമ്മുടെ ട്രേഡിലേക്ക് പോകാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് ഞാൻ എടുത്തിട്ടുള്ള ട്രേഡ് എന്ന് പറയുന്നത്. സോ ഇത് എന്തുകൊണ്ട് എടുത്തു എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ ഇനി പറയാനായിട്ട് പോകുന്നത്. ഏകദേശം പ്രൈസ് ഇവിടെ നിൽക്കുമ്പോഴായിരുന്നു ഞാൻ ഈ ഒരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് അതിൻ്റെ റീസൺ എന്താണോ എന്നുള്ള കാര്യങ്ങൾ ഞാൻ ആദ്യമേ തന്നെ പറയാം. ഒരു 1 hour ടൈം ഫ്രെയിമിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നമുക്കൊരു ബുള്ളിഷ് പെനൻറ്റ് ചാർട്ട് പാറ്റേൺ കിട്ടും. ഇത് ഞാൻ ഓൾറെഡി നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ചാർട്ട് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാം പേജിൽ. ആൻഡ് ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് ഇവിടെ വളരെ ചെറിയൊരു ക്യാൻഡിൽ ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട്, ഒരു ട്രെൻഡ് ലൈനിൽ നിന്നും ഒരു ബ്രേക്ക് ഔട്ട് സംഭവിച്ചപ്പോഴാണ് ഞാൻ ഈ ഒരു ട്രേഡ് എടുക്കാനായിട്ടുള്ള അതായത് ആ ഡയറക്ഷനിലേക്ക് ഒരു ട്രേഡ് എടുക്കാമെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ എനിക്കിതാ ഈ ബ്രേക്ക് ഔട്ടിന് ശേഷം തീർച്ചയായിട്ടും ഒരു റീടെസ്റ്റ് സംഭവിക്കാൻ സാധ്യതയുണ്ട്. ആൻഡ് ആ റീടെസ്റ്റിന് ശേഷം ആയിരിക്കും പ്രൈസ് താഴേക്ക് ഈ ഒരു മേജർ ആയിട്ടുള്ള ലെവലിലേക്ക് പ്രൈസ് പോകാനായിട്ട് പോകുന്നത് ഒരു ചെറിയ റീടെസ്റ്റിന് ശേഷമായിരിക്കും. അപ്പോൾ ആ ഒരു റീടെസ്റ്റിൽ ഒരു എൻട്രി എടുക്കാം എന്നുള്ളൊരു മൈൻഡ് സെറ്റോട് കൂടിയിട്ടാണ് ഞാൻ ലോവർ ടൈം ഫ്രെയിമിൽ പോയിട്ട് ഒരു 5 minutes ടൈം ഫ്രെയിമിൽ പോയിട്ട് ഒരു ബാരിഷ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സൈൻ ഇവിടെ കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യം ഞാൻ നോക്കിയത്. അപ്പോൾ ഇവിടെ നോക്കിയപ്പോൾ കൃത്യമായിട്ട് നമുക്ക് ഇവിടെ ഒരു ലോവർ ലോസ് ആൻഡ് ലോവർ ഹൈസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഈ രീതിയിലൊരു ലോവർ ലോ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ഒരു ഹൈ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ആൻഡ് വീണ്ടും ഒരു ലോവർ ലോ, ആൻഡ് അടുത്തായിട്ട് വീണ്ടും ഒരു ലോവർ ഹൈ, ദെൻ ഒരു ലോവർ ലോ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അത് കണ്ടിന്യൂ ചെയ്യുമെന്നുള്ള കാര്യങ്ങളാണ് ഞാൻ ആദ്യമേ തന്നെ മനസ്സിലാക്കിയത്. ഓക്കെ, ആൻഡ് ഇവിടെ നോക്കിയപ്പോൾ എനിക്കൊരു ബുള്ളിഷ് ആയിട്ടുള്ള സൈൻ കിട്ടിയത് ഇവിടെ ഈ ഒരു ഓർഡർ ബ്ലോക്കിലാണ്. എനിക്കിതാ ബുള്ളിഷ് അല്ല, ബെയറിഷ് ആയിട്ടുള്ള സൈൻ കിട്ടിയത് ഈ ഒരു ഓർഡർ ബ്ലോക്കിലാണ്. ആൻഡ് ഇതിന് മുകളിൽ ഈ ഒരു ലെവലിൽ ഒരു എൻട്രി എടുക്കാമായിരുന്നില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക. പ്രൈസ് ഇവിടെ നിന്ന് മേലേക്ക് പോവുകയാണെങ്കിൽ പ്രീവിയസ് ആയിട്ടുള്ള ഈ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്തുകൊണ്ടായിരിക്കും പ്രൈസ് മേലേക്ക് പോകുക. സോ അതൊരു ബുള്ളിഷ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്. സോ നമുക്ക് അവിടെ ഒരു ഷോർട്ട് പൊസിഷൻ എടുക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള ആ ഒരു സ്വിംഗ് ഹൈയിൽ ഒരു ഷോർട്ട് പൊസിഷൻ, ആ ഒരു ഓർഡർ ബ്ലോക്കിൽ ഞാനൊരു ഷോർട്ട് പൊസിഷൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ എൻ്റെ എൻട്രി പോയിന്റ് എന്ന് പറയുന്നത്. ഞാൻ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുള്ളത് ഒരു 0.2% ആണ്. ഓക്കെ, എനിക്ക് ഏകദേശം ഇതിന് മുകളിലേക്ക് പ്രൈസ് പോവുകയാണെങ്കിൽ എനിക്ക് അവിടെ എക്സിറ്റ് ആവണം, എൻ്റെ അനാലിസിസ് റോങ് ആവും, എനിക്ക് അവിടെ എക്സിറ്റ് ആവണം. സോ ഞാൻ അതുകൊണ്ട് തന്നെ ഒരു 0.2%ലാണ് ഞാൻ എൻ്റെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുള്ളത്. ഞാൻ 10x ലിവറേജ് എടുത്തുകൊണ്ടാണ് ട്രേഡ് ചെയ്യുന്നത്. സോ ഒരു 10x into 0.2% എന്ന് പറയുമ്പോൾ കറക്റ്റായിട്ടൊരു 2%, ഞാൻ ടോട്ടൽ ക്യാപിറ്റൽ വെച്ചുകൊണ്ട് ട്രേഡ് ചെയ്യുമ്പോൾ എനിക്ക് കറക്റ്റായിട്ട് വേറെ പൊസിഷൻ സൈസിംഗ് ഒന്നും ചെയ്യാതെ തന്നെ കറക്റ്റ് എനിക്ക് 2% ലോസ് വരുന്ന രീതിയിൽ ഒരു സ്റ്റോപ്പ് ലോസ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അതായത് ഈ 0.2% ഞാനിവിടെ സ്റ്റോപ്പ് ലോസ് ഉള്ളത് കൊണ്ട് തന്നെ എനിക്കൊരു 10x ലിവറേജ് ചെയ്യുമ്പോൾ 10x ലിവറേജിൽ ട്രേഡ് എടുക്കുമ്പോൾ അതൊരു 2% സ്റ്റോപ്പ് ലോസ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വേറെ പൊസിഷൻ സൈസിംഗ് ചെയ്യേണ്ട ആവശ്യമില്ല. എൻ്റെ ടോട്ടൽ ക്യാപിറ്റൽ വെച്ചുകൊണ്ട് തന്നെ എനിക്ക് ഒരു ട്രേഡ് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ ടോട്ടൽ ക്യാപിറ്റൽ വെച്ചുകൊണ്ടാണ് ഈ ട്രേഡ് എടുത്തിട്ടുള്ളത്. ആൻഡ് നമുക്ക് നോക്കാം ഇവിടെ പ്രൈസ് ഏത് രീതിയിലാണ് മുന്നോട്ട് പോയിട്ടുള്ളത് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പ്രൈസ് ജസ്റ്റ് അതിൻ്റെ ആ ഒരു ഏരിയയിലേക്ക് എത്തുന്നുണ്ട്. ആൻഡ് ജസ്റ്റ് ഒരു റിജക്ഷൻ ആ ഏരിയയിൽ നിന്ന് പ്രൈസ് കിട്ടുന്നുണ്ട്. പക്ഷേ പ്രൈസ് വീണ്ടും ആ ഒരു ലെവലിലേക്ക് എത്തിയിട്ട് നമ്മുടെ ആ ഒരു എൻട്രി ഇവിടെ ട്രിഗർ ആയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നമ്മുടെ എൻട്രി ട്രിഗർ ആയിട്ടുണ്ട്. ആൻഡ് അവിടെ നിന്ന് പ്രൈസ് കറക്റ്റായിട്ട് നമ്മുടെ ഡയറക്ഷനിലേക്ക് തന്നെ പ്രൈസ് പോയിട്ടുണ്ട്. ഓക്കെ, ഒരു പുതിയ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. പ്രീവിയസ് ആയിട്ടുള്ള ആ ഒരു ഹൈയിൽ തന്നെ ഒരു റിജക്ഷൻ എടുത്തുകൊണ്ട് ശക്തമായിട്ട് തന്നെ താഴേക്ക് പോകുന്നത് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാനൊരു ട്രേഡ് എടുത്തിട്ടുള്ളത്. നമുക്ക് പ്രത്യേകിച്ച് കറക്റ്റായിട്ടുള്ളൊരു സ്റ്റോപ്പ് ലോസ് കിട്ടിയത് കൊണ്ട് തന്നെ നമുക്ക് പ്രത്യേകിച്ച് അവിടെ പൊസിഷൻ സെറ്റിംഗ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടില്ല. ആൻഡ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട് ഏകദേശം ഒരു 2 തവണയായിട്ടാണ്. ചെറിയ ടൈം ഫ്രെയിം അതുകൊണ്ട് തന്നെ ലിക്വിഡിറ്റി ഇഷ്യൂ ആയതുകൊണ്ടാണ് തോന്നുന്നു എൻ്റെ ടാർഗറ്റ് ടൈമിൽ ഒറ്റയടിക്ക് തന്നെ എൻ്റെ പൊസിഷൻ മുഴുവനായിട്ടും ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, എൻ്റെ ആ ഒരു ഓർഡർ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു ടാർഗറ്റ് പ്രൈസിൽ ഒറ്റയടിക്ക് തന്നെ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. 2 തവണയായിട്ടാണ്. ഓക്കെ, ഒരു $137.8 $62.14 എനിക്ക് 2 തവണയായിട്ടാണ് എൻ്റെ ടാർഗറ്റ് അവിടെ ഹിറ്റ് ചെയ്തിട്ടുള്ളത്. ടാർഗറ്റ് അവിടെ ഞാൻ എക്സിറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ടോട്ടൽ $199 പ്രോഫിറ്റ് ഈ ഒരു ട്രേഡിൽ കിട്ടിയിട്ടുണ്ട്. ഏകദേശം ഒരു 16,600 രൂപയോളം പ്രോഫിറ്റ് ഈ ഒരു ട്രേഡിൽ കിട്ടിയിട്ടുണ്ട്. ഈ വളരെ ചെറിയ സമയം കൊണ്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ഒരു എൻട്രി ട്രിഗർ ആയതിനു ശേഷം വെറും 1 മണിക്കൂർ 1.5 മണിക്കൂർ കൊണ്ടാണ് ഈ ഒരു ട്രേഡ് കംപ്ലീറ്റ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത്രയും ചെറിയ സമയം കൊണ്ട് നമുക്ക് അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് ഈ ഒരു ട്രേഡിൽ നിന്ന് പറ്റിയിട്ടുണ്ട്. സോ സൺഡേ ചെറിയ സമയം കൊണ്ട് ചെറിയൊരു പ്രോഫിറ്റ് ചെറിയൊരു കോൺസെപ്റ്റ് വെച്ചുകൊണ്ട് വളരെ നല്ലൊരു ട്രേഡ് എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. ആൻഡ് ഈ ഒരു ഓർഡർ ബ്ലോക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഓർഡർ ബ്ലോക്ക് എന്താണെന്നുള്ള കാര്യങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ എടുക്കുന്നുണ്ട്. സോ കാണാത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി അത് കാണാം. ഓക്കെ ഗൈസ്, അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്ന ചെറിയൊരു കോൺസെപ്റ്റ് വെച്ചുകൊണ്ട് എടുത്തിട്ടുള്ള ഒരു ചെറിയ ട്രേഡാണ്. ആൻഡ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ നിന്നും എൻ്റെ ഈ ഒരു ട്രേഡ് അനാലിസിസിൽ നിന്നും നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ട്രേഡിന് ഹെൽപ്ഫുൾ ആവുന്ന എന്തെങ്കിലും കാര്യങ്ങൾ
കിട്ടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോക്ക് ലൈക്ക് അടിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഹാപ്പി ട്രേഡിംഗ്. അടുത്ത വീഡിയോയിൽ കാണാം.